ഇനി സംസാരിക്കുന്ന വിഷയം കായംകുളത്തെ പുതിയ ഈ ആക്ഷേപവും അതിനോടുള്ള അവിടുത്തെ MLA പ്രതികരണവും അതുണ്ടാക്കിയിട്ടുള്ള വലിയ വിവാദ കോലാഹലവുമാണ്. പ്രതിഭ MLAക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ നേതാവും അവിടുത്തെ UDFൻ്റെ കൺവീനറുമായ കക്ഷി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കടന്നു പോവുകയും അതിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നിശിതമായ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. ലിജു അവിടുത്തെ UDF സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ തള്ളിപ്പറയുകയും ഇപ്പോൾ UDF അദ്ദേഹത്തെ ആ കൺവീനർ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. UDF അതിനെ ഓൺ ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ഖേദപ്പെടാൻ കൊണ്ട് കാര്യമില്ല. പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം പരാതി കൊടുത്തിരിക്കുകയാണ് പ്രതിഭ. അവരിന്ന് പ്രതികരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിതുമ്പിക്കരയുകയും ചെയ്തു. ഖേദപ്പെടണം, അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രതികരണം വലിയ തോതിൽ വിഷയമാക്കിയ UDFന് ഈ സംഗതിക്കകത്ത് എന്താണ് പറയാനുള്ളത് എന്ന് പ്രധാനമാണ്. നമ്മുടെ കാലം മുന്നോട്ട് പോകുമ്പോഴും ഈ നിലയ്ക്കുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തവരായി നേതാക്കൾ തുടരുന്നുണ്ടോ എന്നാണ്. പ്രമുഖ എന്താണ് തോന്നുന്നത്? ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ നിന്ന് പലകുറിയായി നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിലയ്ക്കുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ എന്ന് പറയുന്ന സംഗതി. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ശേഷിയുള്ള, സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് കൂടി കരുതുന്നുണ്ടോ? അതിലുപരിയായിട്ട് നിഷാദ്, യഥാർത്ഥത്തിൽ അത് കേരളീയ സമൂഹത്തിന് ചേരാത്ത അങ്ങേയറ്റം വെറുപ്പ് നിറഞ്ഞ ഒരു എന്താ വെച്ചാൽ സ്ത്രീ വിദ്വേഷം നിറഞ്ഞ പരാമർശമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു, പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഏത് പുരുഷ നേതാക്കളിൽ നിന്നും വരാവുന്ന കമൻ്റായിട്ടാണ് ഞാൻ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന. കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തുള്ള സ്ത്രീകളോട് ഇത്രയധികം പരിഹാസവും പുച്ഛവും നിറഞ്ഞ വേറൊരു ആൺകൂട്ടം വേറെ എവിടെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലാണത് ഏറ്റവും. അത് ഓർക്കേണ്ടത് ബഹുമാനപ്പെട്ട ആദരണീയനായ VSന്റെ കരുവർത്തു എങ്ങനെയായിരുന്നു 2011 മലമ്പുഴയിലെ തെരഞ്ഞെടുപ്പിന് സമയത്ത് എതിരായിട്ട് മത്സരിക്കാൻ വന്ന ലതിക സുഭാഷിനെ കുറിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കമന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു തരത്തിലുള്ള ഒരു ഉപാധിയും ഇതിന് ആരും വെക്കുന്നില്ല. അത് ചെറിയ അളവിലുള്ള ചെറിയ നേതാക്കൾ തൊട്ട് വലിയ നേതാക്കൾ വരെ എപ്പോൾ വേണമെങ്കിലും അത് വരാവുന്നതാണ്. കാരണം നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ സാധാരണ നിലയിൽ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള പ്രയോഗങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറ്റത്തരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചർച്ച നടന്നു. സമാനമായി രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ നമ്മുടെ പൊതു സംസാരത്തിലും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ നമ്മൾ അറിയാതെ ചില പഴഞ്ചൊല്ലുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമോ അല്ലെങ്കിൽ ജാതി അധിക്ഷേപം നിറഞ്ഞതോ ഒക്കെ ആയി മാറി ആണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ഒരു സമൂഹം ഒരുപക്ഷെ ഒരു ഭാഗത്തുണ്ടാകാം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം, രാഷ്ട്രീയ രംഗത്ത് അതൊരു കാരണവശാലും വേരോടിയിട്ടില്ല. പുതുതലമുറ രാഷ്ട്രീയക്കാരിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ കണ്ടു എന്ന് വരും. പക്ഷേ പൊതുവിൽ അതിൻ്റെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പഴയ കാലം തൊട്ടേ ഇങ്ങോട്ട് നമ്മൾ കാണുന്ന ഇപ്പോൾ സീതി ഹാജിയുടെ തമാശകളെക്കുറിച്ച് നമ്മൾ എന്താണ് ഒരു കാലം വരെ നമ്മൾ വിചാരിച്ചത് തമാശ എന്നുള്ള നിലയിൽ. പിന്നീടാണ് അതിനകത്ത് ചില വംശീയ സ്വഭാവങ്ങളുള്ള പരാമർശങ്ങൾ അതിനകത്ത് ഉള്ളതായിട്ട് പിന്നീട് കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണിത്. ഞാൻ പറയുന്നത് സ്ത്രീകൾക്കെതിരായി എപ്പോഴും എവിടെയും എങ്ങനെയും വരാവുന്ന പരാമർശങ്ങളാണിത്. അത് പ്രതിഭ ഒരു കാരണവശാലും അർഹിക്കുന്നില്ല. അത് ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണ്. മാത്രമല്ല പ്രതിഭയോട് നമുക്ക് വിയോജിപ്പുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ പ്രതിഭ എന്നല്ല, അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കളങ്കത്തിന് ഇരയാകരുത് എന്നാണ്. യെസ്, അല്ല ജിമ്മി, നോക്കൂ, ഇന്നലെയാണ് ഞാൻ നിരന്തരമായി പരാജയപ്പെടുന്ന ആളെന്നുള്ളക്കുള്ള ആക്ഷേപം കേൾക്കുന്നുവെന്ന് പറഞ്ഞ് ലിജു ഒരു വേദിയിൽ പൊട്ടിക്കരയുന്നത് കണ്ടത്. എനിക്കൊന്ന് അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പരാമർശം ഉണ്ടാകുന്നത്. ഇന്ന് വന്ന് പ്രതിഭ അതിനേക്കാൾ വലിയ തോതിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് താൻ ആക്ഷേപിക്കപ്പെട്ട കഥ പറയുന്നു. എന്നുവെച്ചാൽ രണ്ട് കരച്ചിലുകൾ നമ്മൾ കാണുകയാണ്. കരഞ്ഞ് കായംകുളം എന്നൊക്കെ നമുക്ക് നാളെ പത്രത്തിൽ ഹെഡിങ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, നമ്മുടെ ചാനലിൽ സ്ലഗ് അടിക്കാവുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് പറഞ്ഞത് വളരെ മോശമാണെന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ എന്താ സൗന്ദര്യവും വാക്ചാതുര്യവും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അയാൾ ഉദ്ദേശം എന്താ നമുക്കറിയില്ല. അതിൻ്റെ വല്ലാത്ത മോശം കോൺനോട്ടേഷനിലേക്കാണ് അത് പോയത്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ മതം മാറി കല്യാണം കഴിച്ചു, അവൻ മതത്തിന് യോജിച്ചവനല്ല എന്നൊക്കെ പറഞ്ഞ് ലീഗിന്റെ ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, ഒരു റാലിയിലാണ് പിന്നെ അത് ഉപയോഗിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ, അല്ലേ? പരസ്യമായി പറയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു രക്ഷയില്ലാത്ത മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അടിക്കുന്ന ഒരു തലമുറ
എന്തായാലും പതുക്കെ 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 തീരുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ പുതിയ തലമുറയൊന്നും ആരും ഇങ്ങനെ പറയാറില്ല. ഇപ്പോൾ എന്തായാലും പാവം ലിജു ഇന്നലെ കരഞ്ഞത്, അദ്ദേഹം പല തിരഞ്ഞെടുപ്പുകളിലായി വളരെ നമുക്കൊക്കെ പേഴ്സണലി അറിയാവുന്നതാണ്, വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ലിജു. ഇതുവരെ പരാജയപ്പെട്ടതിൻ്റെ സങ്കടമാണ് ഇന്നലെ പറഞ്ഞത്. ലിജു അവിടെ കരയുന്നു. ഒരു തവണ കൂടെ ലിജുവിന് അവിടെ പണി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു. UDF അതുപോലെ തന്നെ അയാളെ ആ മണ്ഡലത്തിൻ്റെ UDF കൺവീനർ സ്ഥാനത്ത് അയാളെ മാറ്റുകയും ചെയ്തു. പക്ഷേ CPM വിടില്ല. അത് മനഃപൂർവ്വമാണ്. പക്ഷേ അത് മനഃപൂർവ്വമാണെങ്കിലും അത് UDF അർഹിക്കുന്നു. കാരണം പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ UDF വിടുമോ? ഇല്ലല്ലോ. പിന്നെ കേരള രാഷ്ട്രീയത്തിലെ കരച്ചിലുകളുടെ കഥ എടുത്തു നോക്കും. ഇതിങ്ങനെ പണ്ട് ഓർമ്മയുണ്ടോ? നിയമസഭയ്ക്കകത്ത് 2 MLA-മാർക്കെതിരെ ടി വി രാജേഷിനെതിരെ വാച്ച് ആൻഡ് വേർഡോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം ഉണ്ടാകുന്നു. ആക്ഷേപമുണ്ടായി. അവസാനം അത് വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാവുന്നു. ഇഷ്യൂ തീരുന്നു. ഞങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ബൈറ്റ് കയറി. പെട്ടെന്ന് ഒരൊറ്റ കരച്ചിലാണ്. ആ കരച്ചിൽ കേരള രാഷ്ട്രീയത്തിലെ വലിയ കരച്ചിലുകൾ ഒന്നായി മാറിയതാണ്. ഒരൊറ്റ കരച്ചിൽ തിരിച്ചടിയായി മാറി അത് പിന്നെയായി. പക്ഷേ പ്രശ്നം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് UDF LDF-നെയും LDF-ന് UDF-നെയും പറയൊന്നും വേണ്ട, അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു കോർണർ മീറ്റിങ്ങിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ പേരേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും അത് നേരത്തെ പ്രമോദ് പറഞ്ഞ VS അച്യുതാനന്ദൻ മുതൽ നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആളുകളുടെ പഴയകാല ഡയലോഗുകൾ എടുത്തു നോക്കിയാൽ വളരെ മോശമാണ്. ഇപ്പോൾ ആണും പെണ്ണും കെട്ടവൻ എന്ന പ്രയോഗം പൊതുസമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് എത്ര വർഷമായി കാണും? ഒരു 5-6 വർഷമായി കാണും അല്ലേ? പരമാവധി 10 വർഷം ആയിട്ടില്ല. ഇപ്പോഴും ആ പ്രയോഗം നിലവിലുണ്ട് താനും. അപ്പോൾ അതൊക്കെ പറയാത്ത ഒരു പുതിയ കാലത്തിലേക്ക് നടന്നെടുക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് പഴയ ആളുകൾ പോകുമ്പോഴേക്കും ഇത് ശരിയാവുമായിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് കായംകുളത്തിന്റെ ഗതി മാറ്റാനുള്ള ശേഷി ഇതിനുണ്ടോ? ഇല്ല. അതിന്റെ കാരണം ആ ഗതി മാറ്റാൻ തക്ക പ്രഹരശേഷിയുള്ളൊന്നല്ല ഇത്. അത് കാരണം വെച്ചാൽ അത് അപ്പോൾ തന്നെ ലിജു അത് മാപ്പ് പറഞ്ഞു. പക്ഷെ ഞാൻ മാപ്പ് പ്രതീക്ഷിച്ചത് അവിടെ നിന്നല്ല, മുസ്ലിം ലീഗിൽ നിന്നാണ്. ലീഗാണ് യഥാർത്ഥത്തിൽ മാപ്പ് പറഞ്ഞത്, ലിജു അല്ല. കാരണം ലീഗിൻ്റെ ഒരു നേതാവാണ് അയാൾ. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പം നമുക്ക് പൊതുവെ കേരളത്തിൻ്റെ സ്ത്രീ പ്രാതിനിധ്യം നിയമസഭയിൽ എടുത്തല്ല, അത് 10% മുകളിൽ പോയിട്ടില്ല ഇതുവരെ. 10% പോലും സ്ത്രീ പ്രാതിനിധ്യമില്ലാത്തൊരു നിയമസഭയിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളം, പ്രബുദ്ധ കേരളം, യൂറോപ്പിന് തുല്യം ജീവിത നിലവാരം എന്നൊക്കെ പറയുമ്പോൾ 10% സ്ത്രീകളെ അസംബ്ലിയൊക്കെ അയക്കാത്ത ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴും നടക്കുന്നത്. അതിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്ര എന്ന് നോക്കുക, അവരെത്ര പേര് ജയിച്ച് സഭയിലെത്തുന്നു കൂടി നോക്കുക. അപ്പോൾ നമ്മൾ കേരള സൊസൈറ്റി എന്ന് പറയുന്നത് ഇനിയും ഈ പറയുന്ന 5 വർഷം കൊണ്ട് മാറാത്ത പൊളിറ്റിക്കൽ കറക്റ്റ് വേർഡുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മെൻറ്റാലിറ്റിയെ കുറിച്ചാണ്. ആ മെൻറ്റാലിറ്റി ഇനിയും മാറിയിട്ടില്ല നിഷാദ്. ആ മെൻറ്റാലിറ്റി മാറണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. നമ്മൾ 90-കൾക്ക് ശേഷം കുറേ കൂടി പിന്നോട്ട് കിടക്കുകയാണ് ചെയ്തത്. കാരണം KR ഗൗരിയമ്മയെ പോലെയൊക്കെയുള്ള കരുത്തരായ വനിതാ നേതാക്കളുണ്ടായിരുന്ന ഒരു നാടാണിത്. ആദ്യ മന്ത്രിസഭയിൽ KR ഗൗരിയമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കരുത്തരായ വനിതാ നേതാക്കളുണ്ടായിരുന്ന, അവർക്ക് കുറേ കൂടി സ്പേസ് ഉണ്ടായിരുന്ന, അവർക്ക് വോയിസ് ഉണ്ടായിരുന്ന ഒരിടത്ത് നിന്ന് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ 10% കടക്കാൻ കഴിയാത്ത, ശരീരത്തിൻ്റെ പേരിലും സംസാരത്തിൻ്റെ പേരിലും അപഹസിക്കപ്പെടുന്ന വനിതാ നേതാക്കളുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് ആലോചിക്കുക. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഫാത്തിമ തഹ്ലിയെക്കുറിച്ചാണ്. അവരൊരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. ഈ ലീഗിനുള്ള ഏറ്റവും വലിയ പ്രശ്നം, ലീഗ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. ഇങ്ങനെ സംസാരിക്കുന്ന നേതാക്കളാണ് അവരുടെ പാർട്ടിയിൽ വനിതകളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ വനിതാ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഞാൻ ഞെട്ടിപ്പോവാൻ, നമ്മൾ സ്തബ്ധരാക്കി കളയുന്നതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളത്. ഒന്ന്, ഞാൻ തെഹ്ലിയ ഇക്കാര്യത്തിൽ ഒരു റിപ്ലൈ ഞാൻ പറയട്ടെ. ഫാത്തിമ തഹ്ലിയക്കെതിരെയും വലിയ തോതിലുള്ള മോശം വർത്തമാനങ്ങൾ വ്യാപകമായി ഫേസ്ബുക്കിലുണ്ട്. ഓർക്കണം, അത് അവരുടെ രാഷ്ട്രീയ എതിരാളികളാണ്. രാഷ്ട്രീയ എതിരാളികൾ താഴെ വന്ന് കമന്റ് ചെയ്യുന്നതിൽ ഭയങ്കരമായ മോശം കമന്റുകൾ ഫാത്തിമയുടെ റോഡ് ഷോയുടെ താഴെ നടത്തുന്നുണ്ട്. അത് ഇതിന്റെ കൂടെ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പ്രതിഭ വാർത്താ സമ്മേളനത്തിൽ വന്ന് കരയാതെ നോക്കണം. അവർ വളരെ ശക്തമായി അതിനോട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ പറയാൻ പറ്റില്ല സാർ. എല്ലാ വിഷയങ്ങളിലും എല്ലാവരും ഒരുപോലെ ധീരത കാണിക്കണമെന്നില്ല. അപ്പോൾ അവരുടെ മകനെതിരായ എക്സൈസ് കേസിൽ അവർ വളരെ ധീരമായി അതിനെ നേരിട്ടു. പക്ഷെ അതുപോലെ തനിക്കെതിരായ ഒരു വ്യക്തിപരമായ ആക്ഷേപത്തെ അവർ അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അജിംസെ കുറ്റം പറയല്ല. ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ ദുർബലയായി പോകരുത് എന്നുള്ളതാണ് എന്റെ പക്ഷം. അതാണ് അത് നമുക്ക് അവരെ പോലെ ഉള്ള ഒരു ലേഡി അല്ലാതെ മറ്റാർക്ക് അത് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും. എനിക്കൊരു കാര്യം ഓർത്തെടുക്കാൻ തോന്നുന്നുണ്ട്. അവരുടെ മകനെതിരായിട്ടൊരു കഞ്ചാവ് കേസ് ഉണ്ടാവുന്നു. കേരളത്തിലെ പോലീസാണ് FIR ഇട്ടത്. ഏത് കുപ്പിയും ഓമത്തണ്ടും ഒക്കെ ഉപയോഗിച്ച് കഞ്ചാവ് വലിച്ചെന്നാണ് FIR എഴുതി വെച്ചിരിക്കുന്നത്. സജി ചെറിയാൻ തന്നെ കുട്ടികൾ കൂട്ടം കൂടി ഇരുന്ന് സിഗരറ്റ് വലിച്ചു കാണും, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു അതിനെ ഓൺ ചെയ്യുന്നുണ്ട് എന്നോർക്കണം. ആ വാർത്ത കൊടുത്ത മാധ്യമങ്ങളെ എങ്ങനെയാണ് ഈ പ്രതിഭ കൈകാര്യം ചെയ്തതെന്ന്, ഉപയോഗിച്ച വാക്ക്, തെരുവിൽ ശരീരം വെക്കുന്ന സ്ത്രീകളൊക്കെ ഇതിനേക്കാൾ അന്തസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളാണ് പ്രതിഭ. അതിന് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല.
മനുഷ്യരുടെ മലം തിന്ന് ജീവിക്കുന്ന ചാനലുകളുള്ള ഈ നാട്ടിലെന്ന് പറഞ്ഞ് പരസ്യമായി ലൈവിൽ വന്ന് ആക്ഷേപിച്ചു. എന്താണ് ആ കേസിൽ മാധ്യമങ്ങൾ ചെയ്ത തെറ്റ്? അവരുടെ മകനെതിരെ കേരള പോലീസ് കഞ്ചാവ് ഉപയോഗിച്ച് FIR ഇട്ടു, അത് വാർത്ത കൊടുത്തു. അതിന്റെ രോഷം അവർ തീർത്തത് മാധ്യമ പ്രവർത്തകരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ്. വംശീയമായ പരാമർശം അതിനകത്തുണ്ടായി. ഏറ്റവും വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചു. തെരുവ് വേശ്യകൾക്ക് സമാനം എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ച ആളാണ് ഈ യു പ്രതിഭ. അപ്പോൾ യു പ്രതിഭ താൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റം വരുത്തണമെന്ന് യു പ്രതിഭയ്ക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ കേരളം ഒന്നാകെ അവരുടെ കൂടെ നിന്നു. അവരും ആലോചിക്കേണ്ട കാര്യമുണ്ട്. താൻ തിരുത്തേണ്ടത് എന്താണ്? തൻ്റെ കാഴ്ചപ്പാടും തൻ്റെ വർത്തമാനം തിരുത്തേണ്ടത് എവിടെയാണ്? അതിൽ മാധ്യമങ്ങൾക്ക് പിഴച്ചു പോയെങ്കിൽ അവരുടെ ആക്രമണത്തെ ഞാൻ തള്ളി പറയില്ല. അതിലെവിടെയാണ് മാധ്യമങ്ങൾ തെറ്റിയത്? ഞാൻ പറഞ്ഞ സജി ചെറിയാൻ ഒരു പൊതുവേദിയിൽ പറയാണ് കൂട്ടം കൂടി വലിച്ചു കാണുമെന്ന്. അപ്പോൾ സജി ചെറിയാൻ തന്നെ ഓൺ ചെയ്യാണ്. FIR ഉള്ള കേസാണ്. അതിലാണ് ഈ വർത്താനം പറഞ്ഞു. ആ വർത്താനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടി അവർ ആലോചിക്കേണ്ടതുണ്ട്. ക്വാളിറ്റിയിൽ വർത്താനം പറയാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഈ ഇൻസിഡൻ്റായിട്ട് ഈ ഇൻസിഡൻറ്റ് മാറട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യു പ്രതിഭയ്ക്കെതിരെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളതാണ്. ലീഗ് അതിന് മാപ്പ് പറയേണ്ടതുണ്ട്. ഒരു അബ്ദുറഹ്മാൻ കല്ലായി ഉണ്ടാക്കിയിട്ടുള്ള വിപത്ത് എന്തായിരുന്നു എന്ന് ലീഗിന് നല്ല ഓർമ്മയുണ്ട്. ഇതിലും ലീഗിന് മാപ്പ് പറയാനുള്ള സവിശേഷമായ ബാധ്യതയുണ്ട്. കാരണം ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിൽ വന്നിറങ്ങുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ആക്ഷേപവും അധിക്ഷേപവും അവർ നേരിടുന്നുണ്ട്. ആ വിഷയം ഉയർത്താൻ കഴിയണമെങ്കിൽ ഇവിടെ ആദ്യം തിരുത്തു പറയാനുള്ള സവിശേഷ ബാധ്യത ലീഗിനുണ്ടെന്നാണ് പൊതുവായി പറയാൻ തോന്നുന്നത്.